നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മളിപ്പോഴാണ് സ്കൂളിലെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയം. ഏകദേശം 9:30 നമുക്ക് വീട്ടിൽ പോയൊക്കെ പോവാം. നിഷു അച്ഛൻ്റെ പുറകെ വരുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയാം ഗൈസ് എന്താ പ്രശ്നം. പിന്നെ ഗൈസ്, ഉഴമലക്കൽ പഞ്ചായത്ത് കേരളത്തിലെ മികച്ച പഞ്ചായത്തിന് 2ാം സ്ഥാനം, പിന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം അടിച്ച പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അവാർഡ് വാങ്ങിച്ചപ്പോൾ 20 ലക്ഷം 40 ലക്ഷം രൂപ അവാർഡ് പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇനി അങ്ങോട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ അവസ്ഥ ഞാൻ കാണിച്ചില്ല, നിങ്ങൾ വരുമ്പോൾ കാണാം നമ്മുടെ വഴിയുടെ അവസ്ഥയൊക്കെ. ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞത് ഞാനൊന്നല്ല ഗൈസ്, പ്രസിഡന്റ് തന്നെ ഇവിടെ സ്കൂൾ പരിപാടി ഫംഗ്ഷനിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കഥയാണ്. അത് വേറെ കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനായിട്ട് ആരെയും കുറ്റം പറഞ്ഞു പറയാൻ പാടില്ല, ആണ് വേറെ കാര്യം. അപ്പൊ ഗൈസ്, ഇത് പ്രസിഡന്റിന്റെ സ്വന്തം വീട്ടിലൊക്കെ വഴിയാണ്. ഈ വഴി ഇപ്പൊ എനിക്ക് കയറാൻ മേത്തുള്ളതാണ്. ഇവിടെ മാത്രമല്ല, കേരള വഴിക്ക് മാത്രമല്ല, അങ്ങറ്റത്തുള്ള എല്ലാ പോസ്റ്റിലും പൂരപ്പുറം പോലും ലൈറ്റ് എത്തിയപ്പോണ്ട്. പക്ഷെ നമ്മുടെ വഴിയുടെ അവസ്ഥ കാണിച്ചത്, നമ്മുടെ വീട്ടിലേക്ക് ഇത് 2 ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വെട്ടമുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് ഗൈസ് ഇവിടത്തൊക്കെ പഞ്ചായത്തിന്റെ പ്രത്യേകത. പക്ഷെ എന്നാൽ ഈ അവാർഡ് കൊടുക്കുന്നവർ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കൂലേ ആവോ? പഞ്ചായത്തിൽ പോയിട്ട് കുറെ ഫയൽസ് ഒക്കെ നോക്കിയിട്ട് അവർ അവാർഡ് തന്നാണ് പറഞ്ഞത്. പക്ഷെ പഞ്ചായത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി അന്വേഷിക്കേണ്ടതൊക്കെ. ഇനി അങ്ങോട്ട് ലൈറ്റ് വേണമെങ്കിൽ ഇതുപോലെ ആളുകളുടെ വീടുകളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം വെട്ടുണ്ടാവുള്ളൂ, സ്ട്രീറ്റ് ലൈറ്റ് വെട്ടുണ്ടാവില്ല. കണ്ടോ ഗൈസ്, ഇതിനകത്ത് ബൾബുണ്ട് പക്ഷെ കത്തൂല, അതാണ് പ്രത്യേകത. ഒരു വെറൈറ്റി തന്നെ വെറൈറ്റി. ഇതൊക്കെ വീടുകളുടെ ലൈറ്റാണ്. ഇവിടേക്ക് ഇത്ര അവാർഡ് കൊടുക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്വന്തം വാർഡിൽ ഒരു കക്കൂസില്ലാത്ത വീട് പിള്ളേരും ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ സ്വന്തം വീട് ഇല്ല നിശ്ചയം. പിന്നെ ഒരു വികലാംഗയ്ക്ക് വീട് കൊടുക്കാത്ത പഞ്ചായത്ത് അറിയോ? അത് നമ്മുടെ സ്വന്തം പഞ്ചായത്ത്. വീട് തരാത്തോണ്ട് വികലാംഗ ഇപ്പോൾ ഓർഫനേജിൽ നിൽക്കുന്നു, അതാണ് അവസ്ഥ. ഈ വഴി കയറുമ്പോൾ പിന്നെ ഈ പുതിയ വീടിനോട് ലൈറ്റിട്ടുണ്ട്. ഇനി ഈ വീടുകാർ പൈസ കൊടുത്ത് വീഴ്ചയെന്ന് പറയാൻ പാടില്ല, എന്തായാലും ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ പോസ്റ്റിലാണ് ലൈറ്റുള്ളൂ. ഇനി വീട് ലൈറ്റുള്ളൂ നമ്മുടെ പോസ്റ്റിലാണ്. അത് പക്ഷേ നമ്മൾ ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞ് ജനസേവഭാരതിയൊക്കെ ഇത് ഇടപെട്ടിട്ടാണ്. നോക്കി മതിലൊക്കെ നോക്കി, എന്റെ പൊന്ന് ഇത്രയും കഴിച്ചേ. അപ്പൊ ഇന്ന് വീട് പൊളിക്കും, നീ പോ, നിന്നെ ഞാൻ കൊല്ലും. നമുക്കിന്ന് പോകുമ്പോൾ അറിയാം വീട്ടിലെന്തൊക്കെ അവസ്ഥ. ലൈറ്റ് ഇട്ടില്ല നമ്മള്. അപ്പൊ കഴിച്ച് നമ്മൾ ഇനി ടോർച്ച് അടിച്ച് നടക്കാണ്. നിശ്ചിത ടോർച്ച് അടിച്ച് ഫ്രണ്ടിൽ പോണ്. റോഡ് പോവാം, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, ആണ് അവസ്ഥ. ഒരു ടോർച്ച് കൂടി ഇപ്പോൾ നമ്മുടെ കയറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല നിശ്ചു 2 ടോർച്ച് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ലൈറ്റ് ഒന്നും ഇല്ല ഗൈസ്, ഇതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് പോസ്റ്റ് ഉണ്ടാവും, അതുപോലെ സേവഭാരതി അവര് ഇടപെട്ട് ചെയ്തപ്പോ ഒരു ബൾബിട്ട് നമ്മുടെ പോസ്റ്റ് ഇട്ടുണ്ട്, വേറെ ഇട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഇതേ ഗൈസ്, നമ്മുടെ അടുത്ത പോസ്റ്റ് ലൈറ്റ് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ആൾതാമസമൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആൾതാമസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വഴിയില്ല പുറത്തേക്ക്. ഇല്ലെന്ന് വെച്ചു നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അതുപോലെ. കാരണം കരിച്ചില ശല്യം കാരണം ലൈറ്റൊന്നും ഓഫാക്കി ഇട്ടായിരുന്നില്ല.